കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതുവഴി പോരാമോ? കളിച്ചിരി കൂടാനായി ചെറുതണലേ നറുമഴയേ, ചെറുതണലേ നറുമഴയേ വരുമോ? ഇതുവഴി ഇനി വരുമോ? എരിയുമീ കരയിൽ വീണുടയുമൊരു ചെറുനീർമണി, തിരികെ നീ കൊതിയോടെ വരൂ കടലിലാ. ഇതുവഴി പോരാമോ? കളിച്ചിരി കൂടാനായി ചെറുതണലേ നറുമഴയേ, ചെറുതണലേ നറുമഴയേ വരുമോ? ഇതുവഴി ഇനി വരുമോ? കാണാതോരോ പുതുമയോ വന്നു മുന്നിൽ പുലരിയും വഴിയേറെ വാ പോകാമിനി, ചില ദൂരം ഈ കാറ്റിൻ വഴി ഇതിലേ വാ ഇനി കൂട്ടാകുവാൻ മഴയേ. എരിയുമീ കരയിൽ വീണുടയുമൊരു ചെറുനീർമണി, തിരികെ നീ കൊതിയോടെ വരൂ കടലിലാ. ഇതുവഴി പോരാമോ? കളിച്ചിരി കൂടാനോ ചെറുതണലേ നറുമഴയേ, ചെറുതണലേ നറുമഴയേ വരുമോ? ഇതുവഴി ഇനി വരുമോ? എരിയുമീ കരയിൽ അതെ ഏട്ടത്തി, കോലമിടൽ മത്സരം ഉണ്ടെന്ന് മുത്തശ്ശി ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ? ഏട്ടത്തി ഏത് കോലോ വരയ്ക്കാൻ പോന്നേ? ഞാനിത് എന്താ കാർത്തികേ, ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് മുമ്പ് ലീക്കാൻ പറയുവാണോ? വസു ഏത് കോലവാ ഇടുന്നേന്ന് അറിഞ്ഞിട്ട് നിനക്ക് അതിലും നന്നായിട്ട് ഇടാനാണോ? അതുകൊണ്ടല്ല ഏട്ടത്തി, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. മത്സരം എന്ന് വെച്ചാൽ മത്സരം തന്നെയാ. വസു ഒന്നും പറഞ്ഞു കൊടുക്കരുത്. വസുവേട്ടത്തി പറഞ്ഞില്ലെങ്കിലും ഞാനേ ജയിക്കൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് കോല വരയ്ക്കാൻ പോകുന്നത് പറഞ്ഞുതരാം. നീയും പറയണ്ട, വസുവിനോടും ചോദിക്കണ്ട. മത്സരം കഴിയുമ്പോ അറിയാലോ. അറിയാനൊന്നും ഇല്ല ഏട്ടത്തി, ഒരു കൈ നോക്കാം. വസുവിനോട് മത്സരിക്കണമെങ്കിൽ നീ ആദ്യം കോല വിടാനായിട്ട് പഠിക്ക്. നീ തന്നെയാ കോല ഇടേണ്ടത്, ആരും ഹെൽപ്പ് ചെയ്യില്ല. പാവല്ലേ കാർത്തിക, ചേച്ചി എന്തിനാ അവളെ വേദനിപ്പിക്കുന്നേ? അതുപോട്ടെ കാർത്തിക, നിന്റെ അമ്മ ഇവിടെ പോയി കാണാനേ ഇല്ല. സുമംഗലി ഇളയമേം കാണുന്നില്ലല്ലോ. അയ്യോ അമ്മ,
കള്ളക്കിളവൻ എന്തൊരു അടിയാ അടിച്ചത്. അയ്യോ, എന്താ അംബികെ, ആഭരണങ്ങളൊക്കെ സന്തോഷത്തോടെയാണല്ലോ ഇടാറുള്ളത്. ഇപ്പൊ എന്താ ആഭരണങ്ങൾ ഇടാൻ ബുദ്ധിമുട്ടുന്നു? കാരണം പറയണോ? ആവശ്യമില്ല. അതിരിക്കട്ടെ, ഇന്നലെ രാത്രി എന്റെ അടുത്ത് നിന്നെ കണ്ടില്ലല്ലോ. നമ്മളെന്താ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരാണോ? എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി. ആ, എവിടെ പോയെന്ന് ചോദിച്ചതാ. നിങ്ങൾക്കത് അറിഞ്ഞേ പറ്റുള്ളോ? അല്ല, രാത്രി നീ എന്റെ അടുത്ത് ഇല്ലാത്തതിനും ഇപ്പൊ നീ കാണിക്കുന്ന ഈ ബുദ്ധിമുട്ടിനും എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ ചോദിച്ചത്. ഭർത്താവിനെ പോലെ ഇരിക്കും. ഡിക്റ്റേറ്റീവിനെ പോലെ പെരുമാറിയിലുണ്ടല്ലോ, അടിച്ച് കൊന്നുകളയും. അയ്യോ, ഈ ബോക്സ് ഒക്കെ എടുത്ത് ബാഗിൽ അടുക്കി പറക്കി വെക്കണം. ശരി ശരി. അയ്യോ, അയ്യോ, എന്തായത്? എന്നെ പോലെ ഇവർക്കും വേദനയുണ്ടല്ലോ. എന്താ ഇവക്കും വേദന ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി വന്ന ആ കള്ളൻ ഇവളെങ്ങാനുമാണോ? എനിക്ക് ശേഷം അടി വാങ്ങിയ രണ്ടാം കള്ളൻ ഒരുപക്ഷെ ഇവളായിരിക്കോ? എന്താ ഇത്? അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. എന്തു പറ്റി? രണ്ടുപേരെ ഇപ്പൊ ഉറക്കണീറ്റതേ ഉള്ളോ? മുത്തശ്ശിയെ കണ്ട് ഇവരെന്താ ഇങ്ങനെ പേടിക്കുന്നത്? അത് രാത്രി ഒരുപാട് ലേറ്റായി ഉറങ്ങിയത് വല്യമ്മേ. അതേ വല്യമ്മേ, ഇന്നലെ രാത്രി എനിക്കും ഒരുപാട് നേരം ഉറക്കമേ വന്നില്ല. പുതിയ സ്ഥലമല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രിയിൽ ഇവിടെ കള്ളം വന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. കള്ളന്മാരോ? ചേടാ, പെരുങ്കള്ളന്മാരെ രാത്രി രണ്ടുപേരും മോഷ്ടിക്കാൻ പോയതാണല്ലേ? അതെ, രാത്രി നിങ്ങളെ ചെറിയച്ഛൻ നല്ല മുട്ടം പൊടി കൊണ്ട് അവന്മാരെ അടിച്ചു ഓടിച്ചു. പിടി കൊടുക്കാതെ രണ്ടുപേരും ഓടിപ്പോയി കഴുതകള്. പൊന്നു കിളവി, നിങ്ങളുടെ കിളവൻ മരണ അടിയല്ലേ അടിച്ചത്. ഒരല്പം പോലും വേദന കുറഞ്ഞിട്ടില്ല. വയസ്സായെങ്കി എന്താ, നല്ല ഉപദ്രവമായിരുന്നു അയാള്. നശിച്ചു പോയുള്ളൂ. ആ കള്ളന്മാരുടെ കാര്യം പറഞ്ഞിട്ടെന്താ? വരൂ, മരുമക്കളുടെ മത്സരം തുടങ്ങാറായി. വേഗം വാ. സിസ്റ്റർ, രാത്രി നിങ്ങള് എന്താ നിർത്തിയേ? മുഴുവൻ പറയേ. ആ, രാത്രി വന്ന കള്ളന്മാര് നിങ്ങളാണല്ലേ? ആ പെട്ടിയിൽ എന്താണെന്ന് നോക്കി കാർത്തികയ്ക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ ബ്രദറെ. ഞാനത് നിങ്ങൾക്ക് തരാന്നാ വിചാരിച്ച സിസ്റ്റർ. ആ പെട്ടി വേണമെന്ന് നിങ്ങൾ ആശിച്ചതല്ലേ? ഈ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞൂടായിരുന്നു സിസ്റ്റർ. സിസ്റ്ററും അത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ കാര്യം എങ്ങാനും പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ. ഇത് പുറത്തു പറയാൻ കൊള്ളാന്നുള്ള കാര്യമാണോ? മാനം പോകുന്ന വിഷയമല്ലേ? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചല്ലേ? പൊങ്കൽ ഉത്സവത്തിന് എല്ലാരും ശർക്കര പായസമാ കുടിക്കാറ്. എന്നാൽ നിങ്ങൾ അടി വാങ്ങിയിരിക്കുന്നു. മത്സരം കാണാം, വാ നടക്ക്.
സ്ത്രീകൾ മാത്രമേ വന്നുള്ളൂ. ആണുങ്ങൾ എവിടെ പോയി? നീ അവരെ വിളിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വിളിക്കായിരുന്നല്ലോ. മോനെ രാംമോഹൻ, പ്രേം, അബി, ഭാസ്കർ. ഓൾ ദി ബെസ്റ്റ് വസുന്ധര. താങ്ക്സ് ഏട്ടാ. ബെസ്റ്റ് ഓഫ് ലക്ക് എടുത്തി. താങ്ക് യു. ആദ്യം എന്നോടല്ലേ പറയേണ്ടത് അഖിൽ. ബെസ്റ്റ് ഓഫ് ലക്ക് കാർത്തിക. താങ്ക്സ്. അമ്മ എന്താണ് ജയിക്കണേ? ഓക്കെ ഉണ്ണി. അമ്മയായിരിക്കും ജയിക്കുന്നത്. ഇല്ല, ചെറിയമ്മ ജയിച്ചാ മതി. ആരാ ജയിക്കുന്നെന്ന് നോക്കാം. ആദ്യം മത്സരം ആരംഭിക്കട്ടെ. ടൈം സ്റ്റാർട്ട്സ് നൗ. കാതോരം പാടാൻ വായോ, നെഞ്ചോരം ചൂടാൻ വായോ പൂവേ, നീ വാഴാതെ കൂടി നാളേറെ കാണാതുള്ളാൽ രാപ്പാടി ചിന്തും മൂളി ഞാനോ ഈ പാതോരം ആഴിരുൾ മായുന്നിതാ, താഴിതൾ ചോക്കുന്നിതാ, എന്നോയിരാൽ പതിയെ നിറയാൻ മനമാകെ നനയുന്നിതാ, പ്രണയം നിറയാതെ നിറയുന്നേ, അഴകേറും മഴനൂലേ, സഖി നിന്നെ തിരയുന്നു ഞാൻ ഇനിയും. ജാനാ മേരി ജാനാ, തൂ മേരി ജാനാ, അഴകാലേ മയിലാളേ. സിസ്റ്റർ, ഈ കോലമിടൽ മത്സരത്തിൽ വസു ജയിക്കുമെന്നാ തോന്നുന്നേ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ നോക്കിക്കോളാം. വീണ്ടും കുടുംബം നശിപ്പിക്കാനുള്ള പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു. മോളെ കാർത്തികേ, നിനക്ക് വല്ലാതെ വിയർക്കുന്നില്ലേ? ഇതാ ഫാന്. എടി ഭയങ്കരി, ഇതാണോ നിന്റെ പ്ലാൻ? എന്താ സിസ്റ്റർ, കാറ്റടിക്കുമ്പോ കോലം മാഞ്ഞു പോണ്ടതല്ലേ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനിയും കുറച്ചുകൂടി സ്പീഡ് കൂട്ട്.
കുറച്ചുകൂടി കൂട്ടുന്നേ. അതിനിത് ഫുൾ സ്പീഡിലാ. പിന്നെന്താ കോലം ചീത്തയാവാത്തെ? ആ കോലം തറയിൽ ഒട്ടിന്നാ തോന്നേ. അതെങ്ങനെയാ കോലം ഒട്ടുന്നത്? കാർത്തികയുടെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വെച്ച് നോക്കാം. മമ്മി, എന്താ സിസ്റ്റർ, എന്റെ മോളുടെ കോലം കൊളമാക്കുവാണോ? കാർത്തികയ്ക്ക് വിയർക്കുന്നു വിചാരിച്ചിട്ട് അവക്ക് നേരെ ഫാൻ തിരിച്ചതാ. അവിടെ എന്തിനാ ഫാൻ വെച്ചിരിക്കുന്നേ? അത് കുട്ടികൾ കഷ്ടപ്പെട്ട് കോലം വരയ്ക്കല്ലേ ഏട്ടാ, അവർക്ക് വിയർക്കൊന്ന് വെച്ചിട്ട് ഫാൻ ഇട്ടതാ ഏട്ടാ. കാർത്തികയുടെ കോലം കൊളമായി. അവളിനി അതൊന്നേ നിടണോ? അതൊന്നും വേണ്ട മോളെ, ഞാൻ നേരത്തെ കണ്ടു അവൾ എങ്ങനെയാ ഇടുന്നെന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനിയും കോലം ഇട്ടത് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി പിന്മാറുന്നതാ നല്ലത്. മോള് തുടർന്നോ. ഇതാണ് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്ന് പറയുന്നത്. നിങ്ങൾക്കിത് തന്നെ വേണം. കൺഗ്രാറ്റ്സ് അമ്മ. താങ്ക് യു ഉണ്ണി. കൺഗ്രാറ്റുലേഷൻസ് വസുന്ധര, ഗുഡ് ജോബ്. താങ്ക് യു ഏട്ടാ.